Hey guys, welcome to Mad Minds. Tron Ares കണ്ടുവന്നു. പേഴ്സണലി ഈ മൂവി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ വണ്ണാണ്. കാരണം ട്രോൺ ലെഗസി അതിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ആ മൂവിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ മ്യൂസിക്, ആ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് തരുന്നൊരു എനർജി, എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ മൂവി പോകാനുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് ഭയങ്കരമായിരുന്നു. പിന്നെ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്വലി അടിപൊളിയായിട്ടുള്ള മൂവീസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഡയറക്ടറാണ്. ഫോർ എക്സാമ്പിൾ പൈററ്റ്സ് ഓഫ് ദി കരേബിയൻ, അതിലൊരു പാർട്ട് ഡെഡ് മാൻ ടെൽ നോ ടെയിൽസ്, ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടർ തന്നെയാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഒന്നും കൂടി എക്സ്പെക്ടേഷൻ കൂടി ഈ സിനിമ കാണാനുള്ളതിൻ്റെ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി പോസിറ്റീവ്സ് ഫസ്റ്റ്. കാരണം ഈ മൂവിയിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഫസ്റ്റ് കാര്യം തന്നെ വിഷ്വൽസ് ആണ്. ട്രോൺ ആണെങ്കിലും ട്രോൺ ലെഗസി ആണെങ്കിലും വിഷ്വൽസിൽ അടിപൊളിയാണ്. അതിന് ഈ മൂവിയും ഒട്ടും പുറകോട്ടല്ല. വിഷ്വലി ഇത് അടിപൊളി മൂവിയാണ്. ആ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മളെ പുള്ളിന് ചെയ്യുന്നത്, മൂവിയിൽ വരുന്ന ആ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, CGI എല്ലാം അടിപൊളിയാണ്. പിന്നെ മ്യൂസിക് തരുന്ന ഒരു ഫീല് ഭയങ്കര എനർജറ്റിക് ആണ് നമുക്ക്. ഞാൻ ഈ മൂവി കണ്ടത് 2Dയിലാണ്. 2Dയിൽ തന്നെ എനിക്ക് വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. 3D ഇതിനേക്കാളും അടിപൊളിയാണെന്നാണ് ഞാൻ വേറെ ആൾക്കാർ പറയുന്നത് കേട്ടത്. പിന്നെ ഇതിന്റെ CGI ഭയങ്കര സ്മൂത്ത് ആണ്. ഒരു ഡിഫക്റ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മ്യൂസിക് ആണ്. മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ട്രോൺ ലെഗസിയിൽ മ്യൂസിക് അടിപൊളിയാണ്. അപ്പൊ എനിക്ക് ഈ മൂവിയിൽ കയറുമ്പോൾ തന്നെ എങ്ങനെ അവർ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ കാസ്റ്റിലേക്ക് വരാം. ഇതിന്റെ കാസ്റ്റിന്റെ ബിഗ് ഹൈലൈറ്റ് ആണ് ജാരഡ് ലെറ്റോയാണ്. ജാരഡ് ലെറ്റോന്റെ മുമ്പത്തെ സിനിമകൾ കണ്ടാൽ തന്നെ അറിയാം, ആള് ഒരു ക്യാരക്ടറിൽ കൊടുക്കുന്ന ഡെപ്ത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. പുള്ളിക്ക് ഒരു കോംപ്രമൈസും ഇല്ല ഒരു ക്യാരക്ടറിലും. അതുപോലെ തന്നെ ഈ ക്യാരക്ടറിൽ പുള്ളി ഭയങ്കര സ്യൂട്ടാണ്. ഈ ക്യാരക്ടറിന് ഒരു കാംനെസ് ഉണ്ട്, പിന്നെ ഒരു സീരിയസ് വൈബ് ഉണ്ട്. അതെല്ലാം ആൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾ ഒരു സീൻ ഉണ്ട്. ആ സീനിൽ ഹ്യൂമൻസിന്റെ ഹ്യൂമർ മനസ്സിലാക്കാൻ, അതായത് മനുഷ്യന്മാർ തമാശ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ സീൻ കണ്ടത്. പിന്നെ അവർ ഈ വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി, അവരിത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയാണ്. എക്സാമ്പിൾ ആ ഡിജിറ്റൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സ് പറയാം. എനിക്ക് തോന്നിയത് സ്റ്റോറിയാണ് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. അതായത് ഇതിന്റെ സ്റ്റോറി ഭയങ്കര ഫ്ലാറ്റ് ആണ്. നമുക്ക് ട്രോൺ ലെഗസി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. അതിൻ്റെ ഒരു ലെഗസി അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല സ്റ്റോറി വൈസ്. പിന്നെ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നി. ചില സീൻസ് ഒന്നും ഭയങ്കര ഡെപ്ത് ഇല്ലാത്ത സീൻസ് പോലെ തോന്നി. ഈ ജാരഡ് ലെറ്റോവും പിന്നെ ഇവൻ പീറ്റേഴ്സും ഒഴികെ ബാക്കി ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഡെപ്ത് ഇല്ല. പഴയ മൂവി, അതായത് ട്രോൺ ലെഗസി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ക്യാരക്ടേഴ്സിനടക്കം ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. ഇതിന് ഒരു മെയിൻ ക്യാരക്ടേഴ്സിന് പോലും ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് അത് മെയിൻ കാരണം ഈ സ്റ്റോറിന്റെ ഫ്ലാറ്റ്നെസ് കൊണ്ടാണ്. ആ സ്റ്റോറിക്ക് ഒരു ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പേസിങ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് വാസ് ബിറ്റ് ഡൾ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് തോന്നിയത്. ഒരു മൂവീന്റെ തുടക്കം തന്നെ കുറച്ച് ഡള്ളാകുമ്പോൾ നമുക്ക് ഒരു സ്റ്റോറി വൈസ് നമുക്ക് കുറച്ചൊന്ന് ഇരുന്ന് പോകും. നമ്മളൊന്ന് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്. വിഷ്വലി അടിപൊളിയാണെന്നുണ്ടെങ്കിലും സ്റ്റോറി നമുക്ക് എപ്പോഴും വേണമല്ലോ. അവർ ഒരുപാട് ഇമോഷണൽ സീൻസ് ഇതിൽ ഇടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇമോഷണൽ സീൻസ് ഒന്നും ലാൻഡ് ആവാത്ത പോലെ തോന്നി. പിന്നെ ഒരുപാട് സീൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോർപ്പറേഷൻ കുറെ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യുന്നു, പവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു മീനിങ് ഇല്ലാതെ തോന്നി. ജസ്റ്റ് ഒരു ഫൈറ്റ് സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സീൻസ്. അതുകൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. അത് നന്നായിട്ട് അപ്പീൽ ചെയ്യാത്ത പോലെ തോന്നി. എനിക്ക് ഈ മൂവി 2 കാര്യങ്ങളിലാണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഒന്ന് വിഷ്വൽസ്, പിന്നൊന്ന് മ്യൂസിക്. ആ 2 കാര്യങ്ങളിൽ ഇത് എക്സ്ട്രോർഡിനറി ആണ്. വിഷ്വൽസ് ആണെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ അത് തരുന്ന എനർജി വേറെ തന്നെയാണ്. പക്ഷെ സ്റ്റോറി വൈസ് ഇറ്റ് വാസ് ഡൾ. സോ ഓവറോൾ ഈ മൂവി വിഷ്വലി ഒരു ട്രീറ്റ് ആണ്. അങ്ങനെയുള്ള മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ട്രോൺ ഫാൻ ആണെങ്കിൽ മൂവി ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളൊരു സ്റ്റോറി വൈസ് പോകുമ്പോൾ ചിലപ്പോൾ ഡിസപ്പോയിൻമെന്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ വിഷ്വലി ട്രോൺ മൂവിന്റെ വൈബ് ഇത് നന്നായിട്ട് തന്നെ തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ട്രോൺ ഏരീസ് മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മൂവിന്റെ തന്നെ ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ള റിവ്യൂസ് ഞങ്ങളുടെ ഡിഫറെന്റ് ചാനൽസിൽ അവൈലബിൾ ആണ്. ആ ചാനലിന്റെ ലിങ്ക്സ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ റിവ്യൂസ്. അണ്ടിൽ ദെൻ സീ യു സൂൺ.